ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കാണിക്കുന്നത് ഒരു എഗ്ഗ് കറിയുടെ റെസിപ്പിയാണ്, മലായി എഗ്ഗ് കറി. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ നോക്കാം. ഇതിലേക്ക് ഞാൻ വലിയ 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു 5 പച്ചമുളകും, ഒരു 10 അല്ലി വെളുത്തുള്ളിയും, ഒരു കഷ്ണം ഇഞ്ചിയും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ ജീരകപ്പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി. ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ അധികം ചൂടാവുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ അരച്ചെടുത്ത ഉള്ളിയും പച്ചമുളകൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓയിൽ അധികം ചൂടായിട്ടാണ് ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് പൊട്ടിത്തെറിച്ച പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഓയിൽ ചൂടാവുന്നതിന് മുന്നേ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കാനും ശ്രദ്ധിക്കാം. പിന്നീട് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നന്നായി വറ്റി ഇതിലുള്ള വെള്ളമൊക്കെ പോയി വരുന്നത് വരെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇത് നല്ലവണ്ണം ചൂടായി തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇത് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി കളറൊക്കെ ഏകദേശം ചേഞ്ചായി വരുന്നുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെക്കുക. അതിനുശേഷം ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. പാല് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് ഒരു 1.5 കപ്പോളം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാല് നന്നായി തിളച്ച് വരുന്നത് വരെ ഇത് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി, ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണ്ട. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ ഇല്ല. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഹാർഡ് ബോയിൽ ചെയ്തെടുത്ത മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ഫുള്ള് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റിലേക്ക് ഇത് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഈ മുട്ട ഒക്കെ ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം. നല്ലപോലെ ശ്രദ്ധിച്ച് മുട്ട തിരിച്ചു വെച്ച് കൊടുക്കുക. ഫുൾ മുട്ടയും തിരിച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക. മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇത് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.